അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മട്ടൺ സുർബിയാൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അറേബ്യൻ ബിരിയാണിയാണ് കേട്ടോ. അത് നേരത്തെ നമ്മൾ ചിക്കൻ്റെ സുർബിയാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മട്ടണിലാവുമ്പോൾ തന്നെ കൂടുതൽ ടേസ്റ്റാണ്. നല്ലൊരു മട്ടൺ സുർബിയാനാണ് കേട്ടോ. അത് നല്ലൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആൻഡ് ടേസ്റ്റി ഒരു മട്ടൺ സുർബിയാനാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ ബെൽ ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്നുള്ളതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വലിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരാനുള്ളതാണ്. നമ്മൾ ബിരിയാണിയിലേക്ക് ഉള്ളി പൊരിച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ബട്ടറോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നമുക്കൊന്ന് പൊരിച്ച് കോരാം. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ കോരി മാറ്റിയ ഉള്ളി, അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് തൈരിൽ ഒന്ന് അരച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാനാണ്. തൈരും കൂട്ടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി അതേ ഓയിൽക്ക് തന്നെ ഒരു bayleaf ഇട്ടെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു 3 ഏലക്ക, ഒരു 3 ഗ്രാമ്പു ഇട്ടെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. കുരുമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ച് വലിയ പീസസ് ആക്കി വെച്ചിട്ടുള്ള മട്ടനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കിലോ ഇല്ല കേട്ടോ, ഇത് ഒരു 3/4 കിലോ വരും. അപ്പോൾ ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള എല്ലാ പീസും എടുത്തിട്ടുണ്ട്. നല്ല വലിയ പീസാക്കിയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കരുത് കേട്ടോ. ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വലിയതായതുകൊണ്ടാണ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ തൊലി കളഞ്ഞിട്ട് ഇട്ടുകൊടുത്താൽ മതി. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ മട്ടൺ എല്ലോട് കൂടിയിട്ടുള്ള പീസ് ഒക്കെ എടുക്കുക കേട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് മട്ടൻ്റെ ആ ഒരു കാൽഭാഗം മാത്രം വെച്ചിട്ടാണെങ്കിൽ അതുപോലെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. കുറച്ച് സമയം നമുക്ക് ഈ ഒരു ഓയിലിൽ കടന്നിട്ട് ഈ മട്ടൺ ഒന്ന് റോസ്റ്റായി വരണം, എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മട്ടൺ സുർബിയാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി തൈരിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ അരച്ചിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇതാണ്, മസാലയാണ് കേട്ടോ അത്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തൈര് തന്നെ അരച്ചാൽ മതി. തൈര് തന്നെ നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. ഇത് കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് സമയം നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ പച്ചക്കാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല്, പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ ഈ ഗ്രേവിക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്കൊരു 2 പച്ചമുളക് കീറാതെ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 2 ഉണങ്ങിയ നാരങ്ങയും കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഈ ഉണങ്ങിയ നാരങ്ങക്ക് നല്ലൊരു ഫ്ലേവർ ആണ് നമ്മുടെ ഈ ഒരു അറേബ്യൻ റൈസിനൊക്കെ കിട്ടട്ടെ. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത് ചേർക്കണത് എന്ന്. ഇത് ചേർക്കണം, എന്നാലേ നമുക്ക് ആ ഒരു റൈസിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ അറേബ്യൻ മസാല, കബ്സ മസാല 2 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മസാലയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. വീട്ടിലാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. മസാലയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 തക്കാളി അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ്. 2 കുറച്ച് വലിയ തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കാൻ പറഞ്ഞതിൻ്റെ കാരണം മട്ടൺ ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഉള്ളി അരച്ച ഒരു ബ്ലെൻഡറും കൂടെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കുക.
എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മട്ടൻ വേവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ വേണം നമ്മളിത് ദം എടുക്കാനായിട്ട്. മുഴുവനായിട്ട് ഗ്രേവി വറ്റിച്ചെടുക്കരുത്. അപ്പോൾ റൈസിലേക്ക് നമുക്ക് ആ ഒരു ഫ്ലേവറൊന്നും കിട്ടൂല കേട്ടോ. ഇനി നമ്മൾ ബസ്മതി ലോങ് ഗ്രെയിൻ റൈസാണിത്. അത് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ്. അപ്പോൾ ഞാൻ വേവിക്കുന്നത് കാണിക്കാത്തതിൻ്റെ കാരണം പ്രത്യേകിച്ചൊന്നും നമ്മളിതിൽ ചെയ്യാനില്ല. വെള്ളം തിളപ്പിച്ചിട്ട് അരിയിട്ടിട്ട് നമ്മൾ ഒരു 3/4 വേവാവുന്ന സമയത്ത് ഊറ്റിയെടുത്താൽ മതി. ഇത് നമ്മൾ ഈ ഗ്രേവിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മുടെ സാഫ്രൺ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് കളറാക്കി എടുത്താൽ മതി. റോസ് വാട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അങ്ങനെ കലക്കി ഒഴിച്ചാൽ മതി. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ചാർക്കോൽ പീസ് കത്തിച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നത് അത് നന്നായിട്ട് പുകയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പുക പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് അടച്ചു വെക്കണം. ഒരു 20 മിനിറ്റ് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ദം ചെയ്തെടുക്കാൻ. അപ്പോൾ 20 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നത് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം നിങ്ങൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ചോറും ഇറച്ചിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് വിളമ്പിയെടുക്കാറുള്ളത്. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ. സാധാരണ അറേബ്യൻ റൈസ് ചോറും ഇറച്ചിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കാറുള്ളത്. ഇതല്ല, ഇത് ഒന്നിച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനേക്കാളും ടേസ്റ്റാണ് മട്ടനിൽ നമ്മൾ സുർബിയാൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ വലിയ പ്ലേറ്റിലാവുമ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്ന് ഈ ഒരു പ്ലേറ്റിൽ തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ഇതിൽ മാഗി ക്യൂബ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ചിക്കൻ സുർബിയാനിൽ മാഗി ക്യൂബ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മട്ടനായത് കാരണം ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചിക്കൻ സുർബിയാൻ റെസിപ്പി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.